അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഇത് തന്നെയല്ലേ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് സനാതനധർമ്മത്തിലും പറയുന്നത്. സഹപ്രജ്ഞ പ്രജാസൃഷ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി യജ്ഞം പോലെ ചെയ്യണം കാര്യങ്ങൾ. യജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുക എന്നുള്ളതാണ്. ഈശോവാസ ഉപനിഷത്തിലും ആദ്യത്തെ പറയുന്ന ശ്ലോകവും ഇത് തന്നെയല്ലേ. എല്ലാം ഈശ്വരനാണ്, അല്ലെങ്കിൽ പ്രകൃതിയാണ്, പ്രകൃതിയിലുണ്ട്, ഈശ്വരനുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. അത് ത്യാഗം ചെയ്തെടുക്കണം, ആവശ്യത്തിന് എടുക്കണം. കൂടുതൽ എടുക്കരുത്, ആവശ്യത്തിനുള്ളത് ത്യാഗം ചെയ്തെടുക്കുക. എടുക്കുന്നത് ത്യാഗമാണെന്ന് കരുതാക്കി എടുക്കുക. ഇപ്പോൾ സനാതനധർമ്മമായാലും ഗുരുദേവനായാലും ഈ പറയുന്നതിൻ്റെ പൊരുളെന്താണ്? അതൊരറിവാണ്, നമ്മെ സംബന്ധിച്ചൊരു അറിവാണ്. പക്ഷെ അതിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണ്? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ. നമ്മൾ ഓരോരുത്തരും അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ വലിയ കെട്ടിടങ്ങൾ വയ്ക്കുന്നതും വലിയ കാറ് വാങ്ങുന്നത്, വലിയ 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 കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു, അതിനുവേണ്ടി സമ്പാദിക്കുന്നു. ചിലർ സാൻമാർഗിക മാർഗത്തിലൂടെ കാര്യങ്ങൾ പണം കണ്ടെത്തും, ചിലർ അസാൻമാർഗിക മാർഗത്തിലൂടെ കണ്ടെത്തുന്നു. പല രൂപത്തിൽ എല്ലാം അവസാനം ഒരു ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ. അത് അപരന് സുഖത്തിനായി വരണമെന്നാണ്. അപരന് കൂടി സുഖത്തിനായി വരണം. അതായത് മറ്റൊരാളിനെ ഉപദ്രവിച്ചുണ്ടാകരുത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് പറയുമ്പോൾ അപരൻ്റെ അപരൻ എന്ന് പറയുന്നത് ഞാനാണ്. അപ്പം ഞാൻ ഇത് പറയുകയാണെങ്കിൽ എൻ്റെ അപരന് സുഖം വരുന്ന കാര്യം ഞാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ എൻ്റെ അപരൻ്റെ അപരൻ ഞാനോ എന്നെപ്പോലുള്ളവരാണ്. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാവരുമാണ്. ഇത് വളരെ കണക്ട് ചെയ്താണ് പറയുന്നത് ഗുരുദേവൻ. അല്ല കുറച്ച് പേര് ഇത് ചെയ്യാനും കുറച്ച് പേര് സുഖം പഠിക്കാനുമല്ല. കുറച്ച് പേര് ത്യാഗം ചെയ്ത് ആത്മസുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ത്യാഗപൂർണ്ണം ചെയ്തിട്ട് വേറെ കുറച്ച് പേർക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കാനല്ല. അപരൻ്റെ അപരൻ ഞാനാണ്, അല്ലെങ്കിൽ നമ്മളാണ്. നമ്മളുടെ അപരൻ മറ്റൊരാളാകുമ്പോൾ അപരൻ്റെ അപരൻ നമ്മളാണ്. അങ്ങനെ നോക്കുമ്പോൾ സകലമാന ജനങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണത്. അവരവർ ആത്മസുഖത്തിന് ആചരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ സുഖത്തിന് വരണം. ഇതിന് സമാനമായിട്ടൊക്കെ യേശുദേവൻ പറയുന്നതിന് ഇതിന് വേണ്ടി നമുക്ക് എടുക്കാം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ളതാണ് ഈ പറയുന്നത്. ഇപ്പോൾ ലോകാസമസ്ത സുഖിനോയാതിൽ സകല ലോകങ്ങൾക്കും സുഖമുണ്ടാകട്ടെ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ആത്മസുഖം, ഓരോരുത്തരുടെ ആത്മസുഖത്തിന് ചെയ്യുന്നത് മറ്റൊരാളിൻ്റെ സുഖത്തിന് വേണം എന്ന് പറയുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് തന്നെ. അപ്പോൾ ഇതിനെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അയൽക്കാരൻ്റെ അയൽക്കാരൻ നീയാണ്, അല്ലെങ്കിൽ ഞാനാണ്. ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അയൽക്കാരൻ്റെ അയൽക്കാരൻ ഞാനാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ സകലമാന ജനങ്ങൾക്കും ക്ഷേമമുണ്ടാകട്ടെ. എങ്ങനെ ക്ഷേമം ഉണ്ടാകും? ഈ പറഞ്ഞതുകൊണ്ട് ക്ഷേമം ഉണ്ടാവും. ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ക്ഷേമം ഉണ്ടാവും. ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ യേശുദേവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നു, ആഗ്രഹമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കേണ്ട, അത്യാർത്തി എന്ന് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ശരിയാവുക? അവിടെയാണ് വീണ്ടും നമ്മൾ സനാതനധർമ്മത്തിലേക്കും യോഗയിലൊക്കെ പോകേണ്ടി വരുന്നത്. യോഗ എന്ന് പറയുമ്പോൾ ആസനമല്ല, അഹിംസ, സത്യം, ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാൻ ബ്രഹ്മചര്യം, ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഒരുപാട് ധർമ്മങ്ങളാണ്, ധർമ്മനിഷ്ഠകളാണ് സനാതനത്തിലും യോഗയിലുമൊക്കെ പറയുന്നത്. ഭർത്താവിന് ഭർത്താവിൻ്റെ ധർമ്മമുണ്ട്, ഭാര്യയ്ക്ക് ഭാര്യയുടെ ധർമ്മമുണ്ട്, രാജാവിന് രാജധർമ്മമുണ്ട്, മന്ത്രിക്ക് മന്ത്രിയുടെ ധർമ്മമുണ്ട്, ഉദ്യോഗസ്ഥന് സേവന ധർമ്മമുണ്ട്, ബിസിനസ്സുകാരന് ധർമ്മമുണ്ട്, കുടുംബത്തിൽ ധർമ്മമുണ്ട്, സമൂഹത്തിൽ ധർമ്മമുണ്ട്. സകല സ്ഥലങ്ങളിലും ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മൂല്യങ്ങളുണ്ട്. അത് ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത്, മറ്റൊരാളിൻ്റെ സുഖത്തിന് വരുന്നത്. കാരണം അത്രമാത്രം സ്വത്ത് ഈ ഭൂമിയിലില്ല. എന്നാൽ എല്ലാവരുടെ ആവശ്യത്തിനുള്ളതുണ്ട്. ഗാന്ധിജി പറഞ്ഞതുപോലെ എല്ലാവരുടെ ആവശ്യത്തിനുള്ളതുണ്ട്, പക്ഷേ അത്രമാത്രം ആരുടെ അത്യാർത്തിക്കുള്ളതില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അഹിംസയിലേക്ക് പോകണം. സ്വത്തിനെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കണം. അധികാരം ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കണം ഭരണാധികാരികൾ. അല്ലാതെ മുഴുവൻ അധികാരം എടുത്ത് പ്രയോഗിക്കാനല്ല. ഇപ്പോൾ ഭരണഘടന അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ CRPC, അല്ലെങ്കിൽ പിന്നെ IPCയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മുഴുവൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രൊവിഷനുണ്ടല്ലോ. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ മുഴുവൻ ഇങ്ങനെ എടുത്ത് പ്രയോഗിക്കലല്ല. അധികാരം പ്രയോഗിക്കാതിരിക്കലാണ് അധികാരത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. കുറച്ച് പ്രയോഗിക്കലാണ്. കൂടുതൽ ആളുകൾ ബോധ്യത്തിലേക്ക് വരലാണ്. അപ്പോൾ അഹിംസ അങ്ങനെ പോകുന്നത്. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്, മറ്റൊരാളിനെ കൊള്ളയടിച്ചുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കരുത്, മറ്റൊരാളുടെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകരുത് എന്നാണ് ഗുരുദേവൻ പറയുന്നത്.
പക്ഷെ നമ്മളിത് പലപ്പോഴും പഠിച്ചു വയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള രീതിയിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അത് രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാത്രിയാകുന്നത് വരെ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ, ഓരോ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ കാണിക്കേണ്ട ധർമ്മവും, കാണിക്കേണ്ട പാലിക്കേണ്ട മര്യാദകളും, അതുപോലെ തന്നെ പിന്നെ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ കാണിക്കുന്ന മര്യാദകളും ഒക്കെ 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 വളരെ വളരെ പ്രധാനമാണ്. രാവിലെ ഞാൻ 1, 2 കുഞ്ഞു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ പറയാം. നമ്മളിപ്പോൾ രാവിലെ പേസ്റ്റ് നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളെങ്കിൽ മൊത്തം നമ്മളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അവനവൻ ആചരിക്കുന്ന അവനവന് സുഖത്തിനായി വരുന്നത് എങ്ങനെയാണ്? പേസ്റ്റ് വാങ്ങാൻ പിന്നെ കട തുറന്നിട്ടുമില്ല. അപ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണം. ബാത്റൂമിൽ കയറ്റുമ്പോൾ സോപ്പ് കുറച്ചേ ഉള്ളൂ. തലേദിവസം വാങ്ങിച്ചാൽ തീർന്നു പോയി. പിന്നെ വാങ്ങാൻ മറന്നുപോയി. കുറച്ചേ ഉള്ളൂ. ഇനിയും 2 പേര് കുളിക്കാനുണ്ട്. സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഭക്ഷണം എടുത്ത് വെച്ചപ്പോൾ ദോശ ആകപ്പാടെ 8 ദോശയേ ഉള്ളൂ, 9 ദോശയേ ഉള്ളൂ. 3 പേര് കഴിക്കുകയും വേണം. 3 വെച്ചാണ് ചുട്ട് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ആൾ വന്നപ്പോൾ ഒരെണ്ണം കരിഞ്ഞിരിക്കുകയാണ്. അത് ഏറ്റവും മീതെ ഇരുന്ന് ഒരെണ്ണം കരിഞ്ഞിരിക്കുന്നു ദോശ. ബാക്കി 8 എണ്ണവും നല്ലതാണ്. ഈ ആദ്യം വരുന്ന ആളെന്ത് ചെയ്യും? ഈ കരിഞ്ഞത് മാറ്റി വെച്ചിട്ട് എടുത്ത് കഴിക്കും. നമ്മൾ പറയുമ്പോൾ സ്നേഹം, മോള്, അച്ഛൻ, അമ്മ എന്നെല്ലാം പറയും. പക്ഷെ കരിഞ്ഞത് മാറ്റി വെച്ചിട്ട് നല്ലതെടുത്ത് കഴിക്കുമായിരിക്കും. അതെവിടെ പോയാലും അങ്ങനെ തന്നെ. സദ്യക്ക് പോയാലും ഒക്കെ അങ്ങനെ തന്നെ. വിഭവങ്ങൾ കുറവുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴൊക്കെ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞതൊന്നും നമ്മളെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തിരിച്ചാണ്. കുറച്ചേ ഉള്ളൂ, കണക്കിന് കറക്റ്റേ ഉള്ളൂ, അല്ലെങ്കിൽ കണക്കിനില്ല. അപ്പോഴാണ് ഒരെണ്ണം ചെറിയൊരു രീതിയിൽ നിന്ന് കരിഞ്ഞു പോവുക, അല്ലെങ്കിൽ വ്യത്യാസത്തിലിരിക്കുക. നമ്മളത് മാറ്റി വെച്ചിട്ട് നല്ലതെടുക്കും. നമ്മളെ തൊട്ട് പിറകെ വരുന്ന ആരായിരിക്കും? നമ്മളൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും. ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും പിറകെ അടുത്ത് വന്ന് ഫുഡ് കഴിക്കാൻ വരുന്നത്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഞാനത് വളരെ ലളിതമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു, ഉദാഹരണങ്ങൾ പറഞ്ഞു. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നന്നായി പാരായണം ചെയ്യുന്നു, ഒരു കാര്യമില്ല. പാരായണം ചെയ്യാത്ത ആളിനെ വെച്ചിട്ട് നോക്കുമ്പോൾ പാരായണം ചെയ്യുന്നു, ഒരു കാര്യമില്ല. ധാരാളം ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കൂട്ടും. ഡ്രസ്സ് വാങ്ങുമ്പോൾ വീണ്ടും ഡ്രസ്സ് എടുക്കുമ്പോൾ പഴയ ഡ്രസ്സ് കൊടുക്കണം മറ്റുള്ളവർക്ക്. അപ്പോഴാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റൊരാളുടെ സുഖത്തിനൂടെ വരെയാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കുന്നു, നമുക്ക് കുറച്ച് ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ വീണ്ടും ഡ്രസ്സ് എടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ് എടുക്കുന്നു. ഫാഷനൊക്കെ വരും, പുതിയ ഡ്രസ്സ് എടുക്കുമ്പോൾ പഴയത് മറ്റ് ഡ്രസ്സില്ലാത്ത, അല്ലെങ്കിൽ ഡ്രസ്സ് കുറച്ച് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഡ്രസ്സ് കാശില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നു. ഡ്രസ്സ് വാങ്ങാൻ പറ്റാത്ത അനാഥാലയങ്ങളുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആത്മസുഖത്തിന് ആചരിക്കുന്നതായി. ഇങ്ങനെ ഓരോ കാര്യം, ഓരോ വിഷയം എടുത്താൽ ആരെ കണ്ടാലും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സുഖം മറ്റൊരാളിൻ്റെ ആനന്ദം, മറ്റൊരാളിൻ്റെ ആനന്ദം നമ്മുടെ സുഖം. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റൊരാളുടെ സുഖത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് പഠിക്കുന്നവർ, വായിക്കുന്നവർ, മനസ്സിലാക്കുന്നവർ, സമ്പത്തുള്ളവർ ദരിദ്രനെ കൂടി സഹായിക്കുമ്പോഴാണ്, രോഗമില്ലാത്തവർ രോഗമുള്ളവരെ കൂടി സഹായിക്കുമ്പോഴാണ്, പണ്ഡിതൻ പാമരനെ കൂടി സഹായിക്കുമ്പോഴാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരുന്നത്. അതുകൊണ്ട് സാമൂഹ്യ ജീവിതമാണ് പ്രധാനം, സമാജ ജീവിതമാണ് പ്രധാനം. നിർഭാഗ്യവശാൽ ഹിന്ദു സമാജത്തിനും ഹിന്ദു സമൂഹത്തിനും അങ്ങനെ ഒരു സമാജ ജീവിതം കുറവാണ്. മറ്റൊരാളുടെ ദുഃഖം അറിഞ്ഞ് അതുകൂടി പരിഹരിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു മനസ്സ് പലപ്പോഴും കാണിക്കാറില്ല. നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു, മറ്റൊരാൾ ചിലപ്പോൾ നമ്മളെക്കാൾ വളരെ മോശമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്നതിനോ വായിക്കുന്നതിനോ ആത്മീയ പുസ്തകങ്ങൾ പഠിക്കുന്നതിനോ ഗുരുവിൻ്റെ വചനങ്ങൾ പഠിക്കുന്നതിനോ ഒന്നും ഒരു കുറവും കാണത്തില്ല. അപ്പോൾ അതങ്ങനെയല്ല വരേണ്ടത്, തിരിച്ചാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഒരു ഷെയറിങ് ആൻഡ് കെയറിങ് ആണ്. അത് പരമാവധി ചെയ്യുമ്പോഴാണ് നമ്മൾ ഗുരുക്കന്മാരോട് നീതി പുലർത്തുന്നത്. അവിടെ അത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം, വ്യംഗ്യാർത്ഥത്തിൽ വേണം ഇതെല്ലാം പഠിക്കാൻ. വാച്യാർത്ഥത്തിൽ പഠിച്ചിട്ട് ആ ഗുരു അങ്ങനെ പറഞ്ഞു, അത് നല്ലതല്ലേ, മറ്റൊരാളിനെ സ്നേഹിക്കാൻ പറഞ്ഞു, വളരെ നല്ല കാര്യമല്ലേ, ആരെയും കൊല്ലരുതെന്ന് പറഞ്ഞു, ഈ വളരെ നല്ല ഗുരുവാണ് എന്ന് പഠിച്ചു വയ്ക്കലല്ല. പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് അതിനൊരു മഹിമ ഉണ്ടാവുന്നത്.